റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥി മരിച്ച കേസിൽ 4 വർഷമായിട്ടും നീതി കിട്ടിയില്ല എന്ന് കുടുംബം. കുറ്റപത്രം നൽകി 3.5 വർഷം കഴിഞ്ഞിട്ടും കേസിൽ വിചാരണ തുടങ്ങിയില്ല. മതിയായ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്നാണ് ദേവനന്ദയുടെ കുടുംബം പറയുന്നത്. അടിയന്തര ധനസഹായം മാത്രമാണ് സർക്കാർ നൽകിയത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം കുറഞ്ഞത് 5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. അത് ഇങ്ങനെ വൈകിക്കൊണ്ട് പോകുന്നല്ല. ഇന്ന് അമ്മയെ ശ്രദ്ധിക്കേണ്ട നമ്മ കൊടുത്തൂലേ കേസ്. പിന്നെ അവർക്ക് നഷ്ടപരിഹാരം 5 ലക്ഷം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും വിളിച്ചിട്ട് അത് ഇപ്പോൾ ആദ്യം പാസ്സാക്കി ഇതിങ്ങനെ നീതി നടപ്പാക്കിയ ആൾ തന്നെ വരുന്നുണ്ടല്ലോ അടുത്തേക്ക്. ഒന്നും കിട്ടിയിട്ട. പിന്നെ അമ്മക്കെല്ലാം വയസ്സായില്ലേ, ഇനിയിപ്പം വയസ്സായിട്ട് മരിച്ചിട്ട് പിന്നെ സഹായം കിട്ടിയിട്ടൊന്നുണ്ട്. ജീവിക്കുന്ന കാലത്തല്ലേ വേണ്ട. മരണത്തിൽ ഒരു നീതി വേണമല്ലേ? നീതി വേണം. പിന്നെ അമ്മ അതേ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ചാവുന്നവരെ ഇത് ആദ്യം ഓടിച്ചിട്ട് ചാവണം. അതൊന്നും ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്നില്ല. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ കരച്ചിൽ വരും. ഇങ്ങനെ ജീവിക്കുന്നു എത്ര മാത്രം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 2022 ഈ സംഭവം കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അടിയന്തര ധനസഹായം കുടുംബത്തിന് ലഭ്യമാക്കി. പക്ഷേ 3.5 വർഷമായിട്ടും പിന്നീട് വിചാരണ പോലും തുടങ്ങിയില്ല എന്നുള്ളതും കുടുംബത്തിന് ഒരു സഹായവും കിട്ടിയില്ല എന്നുള്ളതുമാണ്. മധു, തീർച്ചയായും 2022 മെയ് 1 ഷവർമ കഴിച്ചതിനെ തുടർന്നുള്ള ഭക്ഷ്യവിഷബാധയേറ്റ് ചെറുവത്തൂരിലെ +1 വിദ്യാർത്ഥി ദേവനന്ദ മരിക്കുന്നത്. അതിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ ആ സംഭവം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ സംഭവത്തിന് ശേഷമാണ് സംസ്ഥാന വ്യാപകമായി ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളൊക്കെ കർശനമാക്കിയത്. ഇന്നിപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ കേസുകളൊക്കെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഒട്ടനവധി കേസുകൾ ദിനംപ്രതി തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ 2022 അങ്ങനെ ഒരു ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിക്കുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായ സംഭവമായിരുന്നു. ആ പ്രാധാന്യത്തിൽ തന്നെ കേരളം ആകെ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇതിപ്പോൾ 4 വർഷം പൂർത്തിയാകാൻ ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ഘട്ടത്തിലാണ് ഈ ദേവനന്ദയുടെ കുടുംബം ഈ പരാതി ഉന്നയിക്കുന്നത്. അവർക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് അവർ പറയുന്നത്. അത് 2 രീതിയിലാണ് അവർ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഒരു നിലയാണ്. ആ കേസ് ആദ്യഘട്ടത്തിൽ ജീവനക്കാരെയൊക്കെ ആ ഹോട്ടൽ, അതായത് ചെറുവത്തൂരിലെ ഈ ഷവർമ വിൽപ്പന നടത്തിയ ഹോട്ടലിലെ ജീവനക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ആ സ്ഥാപനത്തിന്റെ ഉടമ വിദേശത്തായിരുന്നു. പിന്നീട് ആ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒടുവിൽ പോലീസ് അതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ 3.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അതിലൊരു വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതായത് ഈ കുറ്റവാളികളെ, പ്രതികളായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഇനിയും ആ കുടുംബം കാത്തിരിക്കണം എന്നതാണ് ഒരു വശത്തുള്ള കാര്യം. മറ്റൊന്ന്, ആ ഘട്ടത്തിൽ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്നായിരുന്നു സർക്കാർ ഉൾപ്പെടെ പറഞ്ഞത്. നമുക്കറിയാം, കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ആ ഹോട്ടലിൽ പഴകിയ മയോനൈസാണ് വിൽപ്പന നടത്തിയത്. അതിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അടിയന്തര ധനസഹായം നൽകിയതിനപ്പുറത്തേക്ക് കൃത്യമായ നിയമപരമായിട്ടുള്ള ഈ അവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം അവർക്ക് ലഭിച്ചില്ല. ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം തന്നെ അവർക്ക് മിനിമം, അതായത് കുറഞ്ഞത് 5 ലക്ഷം രൂപ ഈ കുറ്റവാളികളിൽ നിന്നും ഈടാക്കി നൽകേണ്ടതാണ്. അതും അത്തരം നടപടികൾ പോലും അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചില്ല എന്നതാണ് ഇപ്പോൾ 4 വർഷത്തിനിപ്പുറം കേരളം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ അവർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. ശ്യാം ദേവരാജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്യാം, ഇപ്പൊ ഈ വിചാരണ തുടങ്ങിയില്ല എന്നുള്ളത് ആ കുട്ടിക്കും കുടുംബത്തിനോ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് യാതൊരു തരത്തിലും വിഘാതമായി നിൽക്കുന്ന ഒന്നല്ല. എന്തുകൊണ്ടാണ് നിയമപരമായ അവകാശമുണ്ടായിട്ടും സഹായം ലഭ്യമാകാത്തത്? മധു, ഗുഡ് ഈവനിങ്. ഈ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 നിലവിൽ വന്ന നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ, അതിൻ്റെ 65-ാം നിയമം വകുപ്പ് അനുസരിച്ച് ഈ ഭക്ഷണം കഴിച്ച് മരിക്കുന്നയാളുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉണ്ടാകുന്ന ആൾക്ക് 5 ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുള്ളത്. അത് 3 തരത്തിലുള്ള നഷ്ടപരിഹാരമാണ്. ഗുരുതരമായ മരണം സംഭവിച്ചാൽ കുറഞ്ഞത് 5 ലക്ഷം രൂപ വരെ നൽകണം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ 3 ലക്ഷം രൂപ വരെ നൽകണം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ 1 ലക്ഷം രൂപ വരെയുമാണ് നൽകേണ്ടത്. പക്ഷേ ദേവനന്ദയുടെ കേസിൽ ഇത് 6 മാസത്തിനുള്ളിൽ നൽകേണ്ട തുക, നിയമപ്രകാരം നൽകേണ്ട തുക ഏതാണ്ട് 4 വർഷമായിട്ടും ഇതേവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഈ ഹർജിയിൽ തീരുമാനമെടുക്കാൻ ഇരിക്കുകയുമാണ്. അപകടം നടന്ന്, അല്ലെങ്കിൽ ഈ സംഭവം ഭക്ഷ്യവിഷബാധയേറ്റ് 6 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് നിയമത്തിലെ വ്യവസ്ഥ. അടിയന്തര സഹായമായി മരണം സംഭവിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ പ്രാഥമികമായ ധനസഹായം അഥവാ ഇടക്കാല സഹായം
കുടുംബത്തിന് നൽകുകയും വേണം. നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ കുറ്റക്കാരുടെ ഭക്ഷ്യ ലൈസൻസ് റദ്ദാക്കാൻ, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നതടക്കമുള്ള നിബന്ധനകൾ കൂടി ഈ നിയമത്തിൽ നിഷ്കർഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ദേവനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നൽകിയത്. 3.5 വർഷക്കാലമായി കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കെടുകാര്യസ്ഥത എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുകയാണ്. അടിയന്തര സഹായം മാത്രമാണ് ഈ കാലഘട്ടത്തിനിടയിൽ അവർക്ക് ലഭ്യമായത്. എല്ലാ നിയമപരമായ അവകാശം ഉണ്ടായിട്ടും അത് ആ കുടുംബത്തിന് ലഭ്യമാകുന്നില്ല എന്നതാണ് വസ്തുത.